ഐറ്റിയിൽ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ്. ഞാനും എൻ്റെ നാടും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രാദേശിക ബ്ലോഗാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. എറണാകുളം നഗരത്തിലെ വടക്കു ഭാഗത്തുള്ള വാണിജ്യ സാംസ്കാരിക നഗരമാണ് വടുതല. പച്ചാളത്തിനും ചിറ്റൂരിനും ഇടയിലായുള്ള ചിറ്റൂർ റോട്ടിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗമായ ഈ പ്രദേശം പണ്ട് തെങ്ങ് കൃഷി, കയർപിടി, മീൻപിടുത്തം എന്നിവയിൽ പ്രാധാന്യമുള്ള നഗരമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പഴയ വടുതല പാലം. ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കൊച്ചി രാജാവിന് ക്ഷേത്ര ദർശനത്തിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു കൊടുത്തതാണ് ഈ പാലം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പുതിയ വടുതല പാലം. മഹാബലി വാമന കഥയുമായി ഈ സ്ഥലനാമത്തിന് ബന്ധമുണ്ടെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. പണ്ട് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയ ശേഷം ശിരസ് വിശ്രമിച്ച സ്ഥലമാണ് വടക്കുംതല. പിന്നീട് അത് വടുതലയായി മാറിയെന്ന് പറയപ്പെടുന്നു. ഇത് ഞങ്ങളുടെ വടുതലക്കാരുടെ സെയിന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ചർച്ച്. ഈ കാണുന്നതാണ് വടുതല മാർക്കറ്റ് ഏരിയ. അമ്പലങ്ങളും പള്ളികളുമായി ചുറ്റപ്പെട്ടതാണ് എൻ്റെ നഗരം. പോർച്ചുഗീസുകാരും രാജാക്കന്മാരുമുള്ള യുദ്ധത്തിൽ ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൊച്ചിൻ കോഴിക്കോട് രാജാക്കന്മാർ തമ്മിലുള്ള തർക്കത്തിലും ഈ പ്രദേശം നിർണായകമായിരുന്നു. ഐതിഹ്യമാലയിലെ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ ഒരാളായ വടുതല നായർ ഈ പ്രദേശത്തു നിന്നും മലബാറിലേക്ക് കുടിയേറിപ്പാർത്തവരുടെ തലമുറക്കാരനാണെന്ന് കേസിൽ ബാലകൃഷ്ണപിള്ള നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരനും മുൻ രാജ്യസഭാ അംഗവുമായ PKC വടുതല ഈ നാടിന്റെ അഭിമാനമാണ്. ഇതാണ് ഞങ്ങൾ വടുതലക്കാരുടെ ലൂർദ് ഹോസ്പിറ്റൽ. നമ്മൾ ഈ കടന്നു പോകുന്നതാണ് വടുതല ഡോൺ ബോസ്കോ പള്ളിയും സ്കൂളും. ഡോൺ ബോസ്കോ സ്കൂൾ, ചിന്മയ വിദ്യാലയം തുടങ്ങിയവയാണ് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 1986 ആരംഭിച്ച ഡോൺ ബോസ്കോ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടുത്തെ പ്രധാന കായിക മേളകളിൽ ഒന്നാണ്. ഇതിനു പുറമെ ഈ ക്യാമ്പസിൽ ഒരു അക്വാട്ടിക് കോംപ്ലക്സും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. കായിക വിനോദങ്ങളിൽ ഒന്നായ നീന്തൽ ഇവിടെ പരിശീലിക്കുന്നുണ്ട്. എവിടെയാ വീട്? എവിടെയാ? ഇഷ്ടമാണോ നീന്തൽ? ഇഷ്ടമാണോ? എപ്പോ മുതലേ ഇവിടെ തുടങ്ങിയത് നീന്തല്? കുറെ നാളായ നീന്താൻ അറിയോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG ആണോ? ആണോ? ഇഷ്ടമാണോ നീന്തല്? ആണോ? കുറെ നീന്തുവോ? എൻ്റെ ഈ കൊച്ചു നഗരം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.